സാമശരണം. ഞാൻ കണ്ഠരര് രാജീവര് തന്ത്രി, ശബരിമല തന്ത്രിയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു മഹാകാവ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷം പേർക്ക് അറിയില്ല വിശ്വകർമാവിൻ്റെ അവദാനങ്ങളെപ്പറ്റി. ഈ ഒരു വിശ്വകർമാവിനെക്കുറിച്ച് വിശ്വബ്രഹ്മഗ്രന്ഥം രചിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സംവാദകൻ ആചാര്യ പ്രസാദ് തന്ത്രിയാണ്. അദ്ദേഹമാണ് ഇതിനുവേണ്ടി ഒരുപാട് ഈ വിശ്വബ്രഹ്മ ഗ്രന്ഥത്തിനെക്കുറിച്ച് തയ്യാറാക്കാൻ വേണ്ട എല്ലാ മെറ്റീരിയൽസും സമ്പാദിച്ചിരിക്കുന്നത്. ഇതിനെ മഹാകാവ്യമായിട്ട് മാറ്റിയിരിക്കുന്ന ബ്രഹ്മനാഥോപസനായ ശ്രീ പനച്ചിക്കാട്ട് സദാശിവനാണ്. അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവും സംഗീതജ്ഞനുമാണ്, അധ്യാപകനുമാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ കാവ്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചു പഠിക്കേണ്ടതാണ്, പാരായണം ചെയ്യേണ്ടതാണ്. നിത്യവും പാരായണം ചെയ്താൽ ബ്രഹ്മദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് തയ്യാറാകണം. നമ്മുടെ ആൾക്കാരെ ഈ ഒരു മഹത് കേന്ദ്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. കൂടാതെ വാകത്താനം ദാസപ്പനും പനച്ചിക്കാട്ട് സദാശിവനും കൂടെ ചേർന്ന് കുറേ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കച്ചേരിക്ക് ആവശ്യമായിട്ടുള്ള കീർത്തനങ്ങൾ, ഗാനങ്ങൾ, അഷ്ടോത്തരം മുതലായ കാവ്യങ്ങളും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വിശ്വബ്രഹ്മാവിനെക്കുറിച്ച് അധികം ഒന്നും ഇങ്ങനത്തെ പുരാണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കച്ചേരി പദം ഉണ്ടായിട്ടില്ല, കഥകളി പദം ഉണ്ടായിട്ടില്ല, അഷ്ടോത്തരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പുതുതായിട്ട് സൃഷ്ടിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതിനെല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. സാമശരണം.